എഡിറ്റ്സ് ആപ്പിൽ ടെലിപ്രോംപ്റ്റർ ഉപയോഗിക്കുന്നത് എങ്ങനെ? തടസ്സമില്ലാതെ സംസാരിക്കാം. ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് മറക്കാറുണ്ടോ? ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എഡിറ്റ്സ് ആപ്പിലെ ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് സ്വാഭാവികമായ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം എന്ന്. സ്റ്റെപ്പ് 1, ടെലിപ്രോംപ്റ്റർ തുറക്കുക. ആദ്യം നിങ്ങളുടെ എഡിറ്റ്സ് ആപ്പ് തുറക്കുക. അതിനുശേഷം ടെലിപ്രോംപ്റ്റർ ഓപ്ഷൻ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ കഴിയുന്ന ഒരു സ്ക്രീൻ കാണാം. സ്റ്റെപ്പ് 2, സ്ക്രിപ്റ്റ് നൽകുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. സ്ക്രിപ്റ്റ് ചെറിയ വാക്യങ്ങളായി എഴുതുന്നതായിരിക്കും നന്ന്, വായിക്കാൻ എളുപ്പമാകും. സ്റ്റെപ്പ് 3, സ്പീഡ് ടെക്സ്റ്റ് സൈസ് ക്രമീകരിക്കുക. ഇപ്പോൾ ടെലിപ്രോംപ്റ്റർ സെറ്റിങ്ങുകൾ ക്രമീകരിക്കുക. സ്പീഡ്, വേഗം, നിങ്ങളുടെ സംസാര വേഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് സൈസ് അക്ഷര വലിപ്പം വായിക്കാൻ എളുപ്പമാകാൻ വലിയതായി വയ്ക്കുക. വലിയ അക്ഷരങ്ങളുള്ള പൊസിഷൻ സെലക്ട് ചെയ്യുക. അലൈൻമെന്റ്, ടെക്സ്റ്റ് നടുവിൽ വയ്ക്കുക. റെക്കോർഡിങ്ങിന് മുമ്പ് ഒരിക്കൽ പ്രാക്ടീസ് ചെയ്തു നോക്കുക. സ്റ്റെപ്പ് 4, മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ റെക്കോർഡ് ബട്ടൺ അമർത്തുക. ക്യാമറ ഓൺ ആകും. സ്ക്രിപ്റ്റ് സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യും. വ്യക്തമായി സംസാരിക്കുക. മൊബൈൽ അടുത്ത് വയ്ക്കുക. മികച്ച ശബ്ദത്തിന് ഇയർഫോൺ, മൈക്കോ അല്ലെങ്കിൽ മൈക്രോഫോണോ ഉപയോഗിക്കുക. സ്റ്റെപ്പ് 5, വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ സ്വാഭാവികമായി സംസാരിക്കുക. പിഴവ് സംഭവിച്ചാൽ നിർത്തി വീണ്ടും പറയാം. ഇതോടെ എഡിറ്റിംഗ് എളുപ്പമാകും. സ്റ്റെപ്പ് 6, വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ എക്സ്പോർട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. 720 പിക്സൽ ഓർ 1080 പിക്സൽ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ വീഡിയോ ഗാലറിയിൽ സേവ് ചെയ്തിരിക്കും. സ്റ്റെപ്പ് 7, മെയിൻ വീഡിയോയിൽ ചേർക്കുക. ഇപ്പോൾ ഈ വീഡിയോ മെയിൻ പ്രോജക്റ്റിൽ ചേർക്കാൻ കഴിയും. എഡിറ്റ് ചെയ്ത് മ്യൂസിക് കൊടുത്ത് ഫൈനൽ വീഡിയോ ആക്കാൻ തയ്യാറാക്കാം. ഇനി ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസോടെ വീഡിയോ നിർമ്മിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ഇനി കാണിക്കാം. എഡിറ്റ്സ് ആപ്പിനെ പറ്റി മനസ്സിലാക്കുക. ആദ്യമേ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എഡിറ്റ്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതാണ് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എഡിറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് എഡിറ്റ് ആപ്സിലെ ഒരു ഓപ്ഷനാണ്. പ്രോജക്റ്റ് പേജാണിത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഇവിടെ വന്ന് സേവ് ആവും. അതിനുശേഷം തുറക്കുന്നത് ഫസ്റ്റ് പേജാണ്. ഹോം പേജിൽ കാണാം. പിന്നെ അടുത്തത് വൈബ്സ് ആണ്. ടെംപ്ലേറ്റും ഇൻബിൽറ്റ് ടെംപ്ലേറ്റും വൈബ്സുമാണ് കിട്ടുന്നത്. ഇനിയും കാണിക്കാൻ പോകുന്നതാണ് വളരെ ഇംപ്രസീവായിട്ടുള്ള പേജ്. അതാണ് പ്രോംപ്റ്റർ പേജ്. ഇവിടെ നിങ്ങളുടെ വോയിസ് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ TV ന്യൂസ് റീഡേഴ്സൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോംപ്റ്റ് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന പലതരത്തിലുള്ള റെസൊല്യൂഷൻ ഉണ്ട്. നമ്മൾ HD-യിലാണ് ഇടുന്നത്. പിന്നെ ഫ്രെയിം റേറ്റ് ഉണ്ട്, കളറുണ്ട്. ഇത് മൂന്നുമാണ് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് 1x 2x നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സാധാരണയായി 1x ആണ് വയ്ക്കാറുള്ളത്. പിന്നെ ഇതാണ് പ്രോംപ്റ്റ് പേജ്. ഇവിടെ നിങ്ങളുടെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുകയോ ടൈപ്പ് ചെയ്തോ കൊടുക്കണം. അത് ഇവിടെയാണ് സ്ക്രീൻ റോൾ ആകുന്നത്. അത് കാണിക്കാൻ ഞാൻ
ഇത് ടൈം അഡ്ജസ്റ്റ്മെന്റ്, വീഡിയോ ലെങ്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡിംഗ് ചെയ്യുന്ന വോയിസിനോട് മ്യൂസിക് വേണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ഇടാം. അവിടെ തൊടുമ്പോൾ ഒരു മ്യൂസിക് പേജ് ഓപ്പൺ ആവും. അവിടെ നിന്ന് നിങ്ങൾക്ക് മ്യൂസിക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്ന് പ്രസന്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയത് ഗ്രീൻ കളർ കൊടുക്കാൻ പറ്റും. ഇതാണ് പേജ്, പ്രോംപ്റ്റിംഗ് പേജ്. ഇതാണ് മെയിൻ എഡിറ്റ് ആപ്പിലെ മെയിൻ ഓപ്ഷൻ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ എൻ്റെ ചാറ്റ് GPT പോയി ഒരു പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് ഈ എഡിറ്റ് ആപ്പിൻ്റെ പ്രോംപ്റ്റ് പേജിൽ പേസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് റോൾ ചെയ്യുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് സംസാരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ അത് ലോവസ്റ്റ് വെച്ചിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഫോൺ സൈസും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സാധാരണ ലോവസ്റ്റ് മോഡിൽ വെച്ചാണ് ഞാൻ ചെയ്തത്. അതിന് ശേഷം എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക, ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് തുടങ്ങും. അന്നേരം സ്ക്രീനിലെ ബ്ലാക്ക് കളർ സ്ക്രീനിലെ ലെറ്റേഴ്സ് മുകളിലേക്ക് ഫ്ലോ ചെയ്യും. അത് നോക്കി വായിക്കുക. അപ്പോൾ അത് റെക്കോർഡാവും. Going to start recording the video. See the flow. You want to speak confidently on camera without forgetting your script. In this video, I will show you how to use teleprompter feature in the Edit app so you can read and speak naturally while recording your video. Let us begin. So after ഇപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞു, അത് ഓഫ് ആക്കുന്നതാണ്. വീഡിയോ താഴെ നിങ്ങൾക്ക് വീഡിയോ വന്നിരിക്കുന്നത് കാണാം. അത് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യുന്നതാണ്. see. Do you want to speak confidently on camera without forgetting your script? In this video, I will show you how to use teleprompter feature in the Edit app so you can read and speak naturally while recording your സേവ് ആയി പ്രോജക്റ്റ് പേജിൽ സേവ് ആയിരിക്കുന്നത് കാണാം. ഇനി ഒരു സ്ക്രിപ്റ്റും കൂടി ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എഡിറ്റ് ആപ്പിൽ. ഞാൻ ഇനി ഒരു പ്രോംപ്റ്റ് മാത്രം കൂടി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും ഞാൻ എൻ്റെ ചാറ്റ് GPT പോയി അവിടുന്ന് ഒരു പ്രോംപ്റ്റ് മാറ്റേഴ്സ് കോപ്പി ചെയ്തിട്ട് അത് വീണ്ടും ഞാൻ എൻ്റെ എഡിറ്റ് ആപ്പിൽ വന്ന് പ്രോംപ്റ്റ് പേജ് തുറന്ന് അതിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് പ്രോംപ്റ്റ് പേജിൽ വന്ന് എഡിറ്റ് ആപ്പിലെ പ്രോംപ്റ്റ് പേജിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം സ്പീഡെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്പീഡും ടെക്സ്റ്റ് സൈസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമ്മളത് വായിക്കണം. വളരെ കെയർഫുൾ ആയിട്ട് മിസ്റ്റേക്ക് ഒന്നും വരാതെ വായിക്കാൻ നോക്കുക. അല്ലെങ്കിൽ 4, 3, 2, 3 പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് Camera will start and your script will scroll on screen. Speak clear while reading. Use your mobile mic or earphone mic for better audio. Look nearly camera lens so it feels look like you talking to the audience. ഇപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യുന്നതാണ്. എന്നിട്ട് അത് വീണ്ടും അടിയിലൊരു ഐക്കോൺ കാണാം. അതിൻ്റെ വലത്തുവശത്തുള്ള ആരെങ്കിലും ടച്ച് ചെയ്താൽ ആ വീഡിയോ വീണ്ടും റണ്ണാവും. നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്യാം. വീണ്ടും ആ വീഡിയോ പ്രോജക്റ്റിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി പ്രോജക്റ്റ് പേജിൽ സേവ് ആകുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രസ് ചെയ്യുക, ഡിലീറ്റ് ഓപ്ഷൻ കിട്ടും. ഡിലീറ്റ് ചെയ്ത് ഈ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ പിന്നെയും പല എഡിറ്റിംഗ് ആക്ടിവിറ്റീസും ചെയ്യാൻ കഴിയും. മ്യൂസിക് കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, ട്രിം ചെയ്യാം, പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് എല്ലാം ചെയ്ത ശേഷം മുകളിലുള്ള എക്സ്പോർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യും. ഇത് എക്സ്പോർട്ട് ആകും. അതിനുശേഷം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ മൊബൈൽ ഗാലറിയിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും പിന്നീട് മെയിൻ വീഡിയോയിലേക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.